ജോലി ചെയ്യുന്നതാണല്ലോ. ഇതുവരെ ലീവായിരുന്നു അവർക്ക്. ഇനി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഷിബില ടീച്ചർ, പിന്നെ നമ്മുടെ അവരെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. പിന്നെ നമ്മുടെ എന്തൊക്കെയാ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലേ? നല്ല കഴിവുകളോടെ പ്രകടാക്കണോ. അപ്പൊ നിങ്ങൾക്ക് ജൂലൈ അല്ലേ? ഇനി നമസ്കാരം. അപ്പോ നമ്മളിന്ന് വിദ്യാരംഗം മറ്റ് ക്ലബുകളുടെ ഉദ്ഘാടിച്ചിരിക്കുന്നത് കണ്ടപ്പോ വളരെ സന്തോഷം. നമ്മളിങ്ങനെ ആലോചിച്ചപ്പോ എല്ലാ കുട്ടികളും ഇവിടെ പോകും. എല്ലാവർക്കും നമസ്കാരം. ഉദ്ഘാടനമാണല്ലേ നടത്തുന്നത്. അപ്പോ ഇത് നടത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നിങ്ങളുടെ മാക്സിമം ഉപയോഗിക്കുക. നിങ്ങളെ പോലെ തന്നെ ടീച്ചർ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഉദ്ഘാടനം ചെയ്യാണ്. അറിയിപ്പോ നിങ്ങൾ അറിഞ്ഞുകൂടത് ഏതോ ക്ലബുകളാണ്. ഈ കുഞ്ഞി കൈകളിലൂടെ വേണം നമ്മുടെ ഈ പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ സമൂഹം നന്നായി വരാൻ. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലബുകളിലൂടെ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും നമ്മളും ഇവിടെ ആരോ ആണ്. നമ്മൾ ജീവിച്ചിരുന്ന എന്തെങ്കിലും ഒരു തൂവൽ എവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു താളം കിട്ടുന്നത്? തൊട്ടിൽ തുടങ്ങുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ താളം. അമങ്ങനെ ഒക്കെ നമുക്ക് അറിഞ്ഞുകൊണ്ടേയിരിക്കണമെങ്കിൽ എന്ത് വേണം? കണ്ണും കാതും ഒക്കെ തുറന്ന്. അപ്പൊ നമ്മുടെ എവിടെയാണ് പുറത്താണ് അല്ലെ? എല്ലാം ഉള്ളിലേക്ക് ഇങ്ങനെ സ്വാംശീകരിച്ച് അതുകൊണ്ട് കാണാവുന്ന അത്ര കാഴ്ചകള് We all go merrily up together. We all go merrily down together. We all clap hands. We all clap hands. Pointing together. We all go merrily up together. We all go merrily down together. We all clap hands. We all clap hands. അവിടെ വന്നിട്ടുണ്ടോ? കഥയും പാട്ടൊക്കെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കേൾപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, പാടിത്തരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കണോ? എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കാം. ടീച്ചറോട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പറയാം. അതിന് കുറെ പാട്ട് പാടിത്തരും. അതൊക്കെ കേൾക്കുക. വീട്ടിൽ പോയിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും വേണം കേട്ടോ. ഓക്കെ, അപ്പൊ തുടങ്ങിയാലേ നമുക്ക്. പേര് ജയന്തി. പിന്നെ ഞാൻ LP സ്കൂളിൽ 38 കൊല്ലം LP സ്കൂളിൽ അങ്ങനെ പഠിപ്പിച്ച ടീച്ചറാണ്. മെച്ചപ്പെട്ടു ഒത്തിരി നേരം ടീച്ചർക്ക് കുട്ടിയാവാൻ വേണ്ടിയിട്ട് കടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മോശമാവും അല്ലേ? നിങ്ങളിൽ നിന്ന് കുറെ കാര്യം ടീച്ചർക്ക് പഠിക്കണം തോന്നി, അതുകൊണ്ട് വന്നതാട്ടോ. അതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണ് കേട്ടോ. അപ്പൊ ടീച്ചർ ഹായ് എന്ന് പറയുമ്പോ ഹലോ എന്ന് പറയുമ്പോ നല്ല ഇഷ്ടാവും അല്ലെ? എന്നും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി അങ്ങനെയൊക്കെ വരുമ്പോ ഇവിടെ മനസ്സൊക്കെ ടീച്ചർക്ക് മതിയാവോളം ചിരിക്കാം. ടീച്ചർ ചിരിച്ചോളിട്ടാ.
കൊട്ടി ആർത്തി ചിരിക്കാൻ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഒത്തും